ജിൻഡോയുടെ വെളിപ്പെടുത്തൽ ആ വീട്ടിലെ എല്ലാവരും ഒത്തുകളിക്കുന്നു. ജാസ്മിൻ, നോറ, ഗബ്രിയൊക്കെ പുറത്തുനിന്ന് പരിചയപ്പെട്ടവരും എന്തൊക്കെയോ കോൺഫ്ലിക്ട്സ് തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ളവരുമാണ്. ഇവിടെ വന്ന് ഇങ്ങനൊരു നാടകം കളിക്കുകയാണ്. ഇതാണ് ജിൻഡോയുടെ പരാമർശം. ഇതിനെപ്പറ്റി ജിൻഡോ ഇതിനു മുമ്പും ആ വീട്ടിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്രതീക്ഷിതമായിട്ടും പ്രതീക്ഷിതമായിട്ടും ഒക്കെ പല കാരണങ്ങൾ കൊണ്ടും പല ഗെയിമിന്റെ ഭാഗമായിട്ടും ഒക്കെ ജിൻഡോ ഇത് പറയുന്നുണ്ട്. സത്യമായ കാര്യമാണോ എന്നുള്ളത് അറിയില്ല. പക്ഷേ നോറയും ജാസ്മിനും തമ്മിൽ മുൻപ് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുള്ളതായിട്ടും എന്തോ ഒരു കണക്ഷൻ അവർ തമ്മിൽ ഉണ്ടായിരുന്നുള്ളതായിട്ടും ഇന്നലത്തെ ലൈവിലും പറയുന്നുണ്ടായിരുന്നു. അവർ തമ്മിലൊരു കോൺഫ്ലിക്ട്സ് നടക്കുന്ന സമയത്തും അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു വിഷയത്തെ പറ്റി പരാമർശിക്കുകയുണ്ടായി. ടണൽ ടീമിന്റെ പിളർപ്പ് ഇതായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇത് ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് 27. 26ാമത്തെ ദിവസം 15 മത്സരാർത്ഥികളോട് കൂടിയിട്ടാണ് വീട് മുമ്പോട്ട് പോകുന്നത്. പലരുടെയും മനം മാറ്റവും ചുവടു മാറ്റവും ഒക്കെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. ഉള്ളിലുള്ള ഗെയിംസ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത് പുറത്തേക്ക് അറിയാതെ തന്നെ തികട്ടി വരുന്നുണ്ട്. തനിക്ക് നേരെ ഇടയ്ക്ക് വിരൽ ചൂണ്ടുന്ന ജാസ്മിൻ ഗബ്രിക്കെതിരെ നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് യമുന റാണി. പക്ഷെ ആ ഒരു തീരുമാനത്തെ എതിർത്തുകൊണ്ട് ജാസ്മിനും ഗബ്രിയും യമുന റാണിയെ ഒഴിവാക്കി ശ്രീരേഖയെ കൂട്ടുപിടിക്കുകയാണ്. അതിനും കാരണങ്ങളുണ്ട്. ശ്രീരേഖ നോക്കുമ്പോൾ ജാസ്മിനും ഗബ്രിയുടെയും കൂടെ നിൽക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് എന്നുള്ള ഒരു തോന്നൽ വന്നിട്ടുണ്ട്. ഇതുവരെയുള്ള ടീമുകൾ ഇനി അത് സ്പ്ലിറ്റ് ചെയ്ത് പുതിയ ടീമുകൾ ആക്കുന്നത് അല്ലെങ്കിൽ ടീമുകൾ പൊളിച്ചെടുക്കുന്നത് വരെ ശ്രീരേഖയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ആ ഒരു ടീമിൽ തന്നെ നിൽക്കേണ്ടി വരും. അപ്പോൾ യമുന റാണിയുടെ കൂടെ നിൽക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ഇവരുടെ കൂടെയാണെന്നുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ട് ശ്രീരേഖയ്ക്ക് തന്നെ ജാസ്മിന്റെയും ഗബ്രിയുടെയും കൂടെ നിൽക്കണം എന്നുള്ള ഒരു തോന്നൽ വരികയാണ്. കഴിഞ്ഞ ഒരാഴ്ചത്തെ മൊത്തം ആ ഒരു 3 ടാസ്കുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ടാസ്കുകളുടെ ഒക്കെ ഭാഗമായിട്ട് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് ജയിച്ചിരുന്നത് ടണൽ ടീം ആയിരുന്നു. പുതിയ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കേണ്ടായി. ജാസ്മിനെയാണ് പുതിയ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. കൂടെ നിന്നവർക്ക് ഉൾപ്പെടെ ഒരു താല്പര്യക്കുറവ് അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. അതായത് ഗബ്രിക്ക് പോലും ജാസ്മിൻ ക്യാപ്റ്റൻ ആവുന്നതിനോട് താല്പര്യമില്ല. ഗബ്രി അതിന് പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും സ്പ്ലിറ്റ് ആയി പോവും. ക്യാപ്റ്റൻസി തീർന്നതിന് ശേഷം ജാസ്മിൻ വേറൊരു ടീമിലേക്ക് പോവേണ്ട വരും. അപ്പൊ ഗബ്രിയും ജാസ്മിനും സ്പ്ലിറ്റ് ആയി പോവും. ഒരു ടീമിൽ നിൽക്കാൻ പറ്റില്ല എന്നതാണ് അവർ പറയുന്ന റീസൺ. പക്ഷെ കൂടെ നിന്നവർക്കും നിൽക്കാത്തവർക്കും ഒക്കെ താല്പര്യക്കുറവുണ്ട്. ആ ഹൗസ് മേറ്റ്സ് ആരും തന്നെ ആ ഒരു ജാസ്മിനാണ് ക്യാപ്റ്റൻ എന്ന് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഒരു സന്തോഷപ്പെട്ടതായിട്ട് കണ്ടിട്ടില്ല. കഴിഞ്ഞ ആഴ്ചത്തെ ജാൻമണി ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ട സമയത്തും അതിനു മുമ്പുള്ള ക്യാപ്റ്റൻസികളിലുമൊക്കെ എല്ലാവരും കൈയടിച്ച് പാസ്സാക്കിയപ്പോഴും ഇത് മിണ്ടാതിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവരും. പക്ഷെ എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഈ ആഴ്ച നല്ല രീതിക്ക് തന്നെ ബുദ്ധി ഉപയോഗിച്ച് ഗെയിം കളിച്ച് ജയിച്ച ആളാണ് ജാസ്മിൻ. വലിഞ്ഞു കയറി ചെന്നതായിട്ടോ അല്ലെങ്കിൽ അർഹനല്ലാതെ പോയി ക്യാപ്റ്റൻസി ലഭിച്ചതായിട്ടോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ക്യാപ്റ്റൻസി ലഭിച്ചതായിട്ടോ തോന്നിയിട്ടില്ല. നല്ല രീതിക്ക് ബുദ്ധി ഉപയോഗിച്ച് ശ്രമിച്ച് തന്നെ എത്തിയതാണ് ജാസ്മിൻ. പക്ഷെ ആർക്കും ആ ഒരു താല്പര്യം അവിടെ കാണുന്നില്ല. ജാസ്മിൻ ആയതുകൊണ്ടാവാം ആർക്കും അത് അത്ര ബോധിച്ചിട്ടുമില്ല. യമുന റാണിയെ സംബന്ധിച്ച് കഴിഞ്ഞ വീക്ക് പവർ റൂമിൽ കയറാൻ പറ്റാത്തതിലും ഈ വീക്ക് ക്യാപ്റ്റൻ ആവാൻ പറ്റാത്തതിലും നല്ല ബുദ്ധിമുട്ട് ഉള്ളിലുണ്ടെന്നുള്ളത് നോക്കിലും വാക്കിലും ഒക്കെ പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. അനിഷ്ടം പുറമെ പ്രകടിപ്പിക്കാതിരിക്കാൻ യമുന ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും പല സിറ്റുവേഷനിലും അത് പ്രകടമായി തന്നെ കാണുകയും പലർക്കും അത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ക്യാപ്റ്റൻ ആവണം എന്ന് പറഞ്ഞിട്ടാണ് യമുന മുമ്പോട്ട് വരുന്നത്. കാരണം ജാസ്മിന്റെയോ ഗബ്രിയുടെയോ ക്യാപ്റ്റൻസിയിൽ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുകയും എനിക്ക് ക്യാപ്റ്റൻ ആവാൻ താല്പര്യമുണ്ട് എന്നുമാണ് യമുന പറയുന്നത്. പക്ഷെ യമുന ഒരു ക്യാപ്റ്റൻ ഒരു നല്ലൊരു ഓപ്ഷൻ ആണെന്ന് തോന്നുന്നില്ല. ഇപ്പൊ തന്നെ കഴിഞ്ഞ ആഴ്ചയിലെ ജാൻമണി എന്ന് പറയുന്ന ഒരു ക്യാപ്റ്റൻസി എല്ലാവരും കണ്ടതാണ്. ആദ്യത്തെ വീക്കില് അർജുന്റെ ക്യാപ്റ്റൻസിയെ പറ്റി എല്ലാവരും ഒരു മോശാഭിപ്രായമായിരുന്നു. അർജുന്റെ ക്യാപ്റ്റൻസി നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിലും മോശമായിട്ടുള്ള ഒരു ക്യാപ്റ്റൻസി ആയിട്ടാണ് ജാൻമണിയുടെ ക്യാപ്റ്റൻസി എല്ലാവർക്കും തോന്നുന്നുള്ളത്. ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന അന്ന് മുതൽ പൊങ്ങച്ചം, അഹങ്കാരം, ധാർഷ്ട്യം തുടങ്ങിയ ആയുധങ്ങൾക്ക് നല്ല രീതിയിൽ മൂർച്ച കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട് ജാൻമണി. ഇപ്പോഴും ആ ആയുധങ്ങൾ മൂർച്ച കൂട്ടി തന്നെയാണ് ജാൻമണി കളിക്കുന്നത്. പക്ഷേ ആ ഒരു ഗെയിം എത്രത്തോളം വർക്കൗട്ട് ആകുന്നുണ്ട് എന്നുള്ളത് അറിയില്ല. ജാൻമണിക്ക് പുറമേ നല്ല സപ്പോർട്ടാണെന്നാണ് ജാൻമണിയുടെ വിചാരം. അതുപോലെ തന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിന്റെ കാര്യവും താൻ ഒരു ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന ആളാണ് എന്നും വീണ്ടും പറയുകയും ഐ ആം ജാൻമണി ദാസ് എന്ന് മറ്റുള്ളവരുടെ
പ്രേക്ഷകരുടെ മുമ്പിൽ നിന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ജാൻമണി. എനിക്ക് എല്ലാവരുടെയും കൂടെ കളിക്കാം, പക്ഷെ എന്റെ ഓപ്പോസിറ്റ് നിന്ന് ആരും കളിക്കാൻ പാടില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ജാൻമണി ഇന്നലെ ആ ഒരു വീട്ടിലിരുന്ന് പറയുന്ന സമയത്ത് അത് കേട്ടിരിക്കുന്നത് മുടിയനും അൻസിബയും യമുന റാണിയുമാണ്. കാടടച്ച് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ ആ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ പോലും ഇവർക്ക് 3 പേർക്കും പ്രതികരിക്കണമെന്ന് തോന്നിയിട്ടേ ഇല്ല. അൻസിബയും യമുന റാണിയും ഒക്കെ ജാൻമണിയെ വല്ലാണ്ട് പ്ലീസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആ വീട്ടിൽ വേറെ പലരും അതുപോലെ നിൽക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നും കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് പലരും മുമ്പോട്ട് വരുന്നുള്ളതായിട്ട് ഇപ്പൊ തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് നോറയും റസ്മിനും ഇന്നലെ തേർഡ് ക്ലാസ് എന്ന് പറയുന്ന ജാൻമണിയുടെ പരാമർശത്തിന്റെ കാര്യം ശ്രീരേഖ പറയുന്ന ഒരു സമയത്ത് ശ്രീരേഖയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് ധൈര്യത്തോടെ മുമ്പോട്ട് വന്ന് പറയാനായിട്ട് നോറയും റസ്മിനും ശ്രമിച്ചിട്ടുണ്ട്. മറ്റാരും അത് കേട്ടിട്ടും കേൾക്കാത്ത പോലെ ഇരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ശരണ്യൊക്കെ നല്ല രീതിയിൽ ജാൻമണിയെ ഒരാവശ്യവുമില്ലാതെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ജിൻഡോയും അർജുനും റസ്മിനും ഒക്കെ അടങ്ങിയിരിക്കുന്ന ആ ഒരു പവർ റൂമിന്റെ താക്കോൽ ഇന്നലെ നഷ്ടപ്പെടുകയുണ്ടായി. നഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല, മോഷ്ടിക്കപ്പെട്ടു എന്നതാണ് ജിൻഡോ പറയുന്ന ഒരു വാദം. താക്കോല് അർജുൻ മോഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അർജുൻ തിരിച്ചു ചോദിക്കുന്നത് തന്റെ കഴിവില്ലായ്മ കൊണ്ടിട്ടാണ് അത് തന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതെന്നാണ്. പക്ഷേ ഈ ഒരു സമയത്തെ നല്ല രീതിയിൽ യൂസ് ചെയ്തുകൊണ്ട് അർജുൻ താക്കോൽ ഉപയോഗിച്ച് ഫ്രിഡ്ജിൽ നിന്ന് ശ്രീധുവിന് ഐസ്ക്രീം ഒക്കെ എടുത്തു കൊടുത്തുകൊണ്ട് കുറെ ക്യൂട്ട് മൊമെന്റ്സ് ഒക്കെ ശ്രീധുവിന്റെ കൂടെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ ഒരു കോംബോ അർജുൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു കോംബോ അതിൽ പോവുകയും സോഷ്യൽ മീഡിയയിൽ അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. സ്വേച്ഛാധിപത്യം ചെയ്തുകൊണ്ട് അടക്കി വാണിരുന്ന പവർ റൂമിന്റെ ആ ഒരു അധികാരത്തിലേക്ക് അർജുൻ എന്ന് വന്നോ അന്ന് മുതൽ ജിൻഡോയുടെ ഒരു വെല്ലുവിളിയായിട്ട് അർജുനെ ജിൻഡോയ്ക്ക് തോന്നുകയാണ്. ആ ഒരു ഇത് കൊണ്ടിട്ട് തന്നെ പല രീതിയിലും അർജുനും റസ്മിനും എതിരെ നിന്നുകൊണ്ട് റിബലായിട്ട് നിൽക്കാൻ ജിൻഡോ ശ്രമിക്കുന്നുമുണ്ട്. ജിൻഡോ ഒരിക്കലും ആ ഒരു പവർ റൂമിന്റെ പവറിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാതെ മോശം രീതിയിലും അതുപോലെ തനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള കുറെ ആളുകൾക്ക് അവർക്ക് നല്ലതിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഒരിക്കൽ പോലും ആ വീട്ടിലെ 15 പേർക്കും തുല്യമായ രീതിയിൽ ആ ഒരു പവറിനെ ഉപയോഗിച്ച് കണ്ടിട്ടില്ല. അതുപോലെ അൻസിബയും ഋഷിയും അവിടെ മറ്റുള്ള മത്സരാർത്ഥികളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ വല്ലാണ്ട് ഇൻവോൾവ് ആയിക്കൊണ്ടിട്ട് അതിൽ വല്ലാണ്ട് അസ്വസ്ഥരാവുന്നുണ്ട്. ഡയറക്റ്റ് ആയിട്ട് പോയി ആരുടെയും ഇഷ്യൂവിൽ അവർ ഇൻവോൾവ് ആവുന്നില്ല. ഒരു മൂലയ്ക്ക് കുത്തിയിരുന്ന് ഇതെല്ലാം കണ്ടുകൊണ്ട് പക്ഷെ അതിലൊക്കെ വല്ലാണ്ട് ഇറിറ്റേറ്റഡ് ആവുകയാണ്. ഈ ഒരു ഋഷിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാസ്മിന്റെ നിഴലാണ് ഗബ്രി എന്ന് ആ വീട്ടിലുള്ളവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അതിൽ ഏറ്റവും കൂടുതൽ എതിർത്ത് നിന്ന ആളുകൾ അൻസിബയും ഋഷിയുമാണ്. അൻസിബയാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നത് ഗബ്രി ജാസ്മിന്റെ നിഴലാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റിനെ ഊട്ടി ഉറപ്പിക്കുകയായിരുന്നു. പക്ഷെ ഈ ഒരു സമയവും ഈ ഒരു അൻസിബയുടെയും ഋഷിയുടെയും ഗെയിം കാണുമ്പോൾ ഋഷി എപ്പോഴും അൻസിബയിൽ ഇൻഫ്ലുവൻസ്ഡ് ആണ്. അൻസിബ എന്ത് പറഞ്ഞു കൊടുക്കുന്നോ അത് മാത്രമാണ് ഋഷിയുടെ തലയിൽ കയറുന്നത്. അതിനനുസരിച്ചിട്ട് മാത്രമാണ് ഋഷി കളിക്കുന്നത്. ഇവർ രണ്ടുപേരും തമ്മിൽ ഉണ്ടാക്കുന്ന ആ ഒരു കോംബോയും ആ ഒരു ഗെയിമും അധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടാണ്. പക്ഷേ ജാസ്മിനും ഗബ്രിയും തമ്മിൽ ഉണ്ടാകുന്ന അതേ ആ ഒരു ഗെയിം പ്ലാനും കാര്യങ്ങളും ഇവർ തമ്മിലും ചെയ്യുന്നുണ്ട്. പക്ഷെ അധികം ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് മാത്രം. പിന്നെ ജാസ്മിന്റെയും ഗബ്രിയുടെയും ആ ഒരു ചേഷ്ടകളും കാര്യങ്ങൾ കൊണ്ടാവാം അത് അത്രയ്ക്ക് വൈറലായി വന്നിട്ടുള്ളത്.